Welcome, Dr. Paul V. Matthew, the Habit Builder. എന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തത് വിജയൻ എന്ന് പറയുന്ന ചേട്ടനാണ്. ഫോർട്ട് കൊച്ചിക്കാരനായ ഒരു ചായക്കടക്കാരൻ. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിടവാങ്ങി. പക്ഷേ ഒരു ചായക്കടക്കാരനായ വിജയൻ ചേട്ടൻ ലോകത്തിലെ എത്രയോ രാജ്യങ്ങൾ സന്ദർശിച്ചത്, എത്ര രാജ്യങ്ങളാണ് കണ്ടത്, അത് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. അദ്ദേഹം ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഒരു ഇൻ്റർവ്യൂ നൽകുന്നുണ്ട്. BBC ഇൻ്റർവ്യൂയുടെ അവസാനത്തെ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങൾ ഇത്രയും രാജ്യങ്ങൾ സന്ദർശിച്ചു, ഇനി നിങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടാകും, പക്ഷേ നിങ്ങൾക്കതിന് സാധിക്കുമോ? എന്താണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? അദ്ദേഹം 3 വാക്കുകളാണ് ആ ഇൻ്റർവ്യൂവിൽ അവസാനമായി പറയുന്നത്. ആ 3 വാക്കുകൾ ഇന്ന് എൻ്റെ മനസ്സിൽ മുഴങ്ങിക്കിളിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: സാധിക്കും, സാധിക്കും, സാധിക്കും. അതാണ് ഡിറ്റർമിനേഷൻ, അതാണ് പാഷൻ എന്ന് പറയുന്നത്. ട്രാവൽ ചെയ്യാനുള്ള പാഷൻ. ഒരുപക്ഷെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വ്യക്തി സന്തോഷ് ജോർജ് കുളങ്ങര തന്നെയാണ്. കാരണം അദ്ദേഹം ലോകം കണ്ടു, ലോകം സഞ്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇൻസ്പയർ ചെയ്യാത്ത ആരുമില്ലായിരിക്കാം. അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടിട്ട് അത് മോശമെന്നോ ഈ ആശയം നല്ലതല്ല എന്ന് പറയുന്ന ആരും ഉണ്ടാകില്ല. അത്രമാത്രം യുണാനിമസായി ഒരുപോലെ അംഗീകരിക്കപ്പെടുന്ന ആളാണ് സന്തോഷ് ജോർജ് കുളങ്ങര. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ ചിന്തിക്കുവാൻ സാധിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ലോകം വിശാലമാകുന്നത് എന്തുകൊണ്ടാണ്? അത് ട്രാവൽ എന്ന് പറയുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അവസാനമായി യാത്ര ചെയ്തത് എവിടെയാണ്? നിങ്ങൾ അവസാനമായി കണ്ടുമുട്ടിയ ആളുകൾ ഏതാണ്? നിങ്ങൾ അവസാനമായി ഏത് കൾച്ചറുമായി ഇൻട്രാക്ട് ചെയ്തത്? ട്രാവൽ എന്ന് പറയുന്നത് ജീവിതത്തിൽ മാറ്റിമറിക്കുന്നതാണ്. ഒരു യാത്ര എന്ന് പറയുന്നത് 10 പുസ്തകങ്ങളൊക്കെ നല്ലതാണെന്ന് പറയും. നിങ്ങൾ എത്രയോ വായിക്കുന്നു, നിങ്ങൾ ഇമാജിനേഷൻ ഉണ്ടാകുന്നു. പക്ഷേ നിങ്ങൾ സ്ഥലത്തെത്തുന്നു, നേരിൽ കാണുന്നു, പുതിയ ആളുകളെ കാണുന്നു, ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകുന്നു. ഒരേ സമയത്ത് എപ്പോഴും ഒരേ സ്ഥലത്തായിരിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതം വളരെ മണ്ടേനും ബോറിങ്ങുമാകാൻ സാധ്യതയുണ്ട്. പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ പുതിയ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, പുതിയ തോട്ട് പ്രോസസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, പുതിയ രീതിയിലുള്ള നെറ്റ്വർക്കുകൾ ബ്രെയിനിൽ ഡെവലപ്പ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് യാത്ര ചെയ്യുക എന്നുള്ളത് വലിയ നേട്ടം നൽകുന്ന ഒന്നാണ്. കഴിയുമെങ്കിൽ യാത്ര ചെയ്യുക. ഒരു ഹാബിറ്റാണ് ട്രാവൽ എന്ന് പറയുന്നത്. മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുക, സ്ഥലങ്ങൾ കാണുക, ആളുകളുമായി പരിചയപ്പെടുക, പുതിയ ഭക്ഷണം കഴിക്കുക. നിങ്ങളുടെ ജീവിതം തീർച്ചയായും മാറുകയും എപ്പോഴും സന്തോഷം നിലനിർത്തുവാനും എപ്പോഴും പ്രൊഡക്റ്റീവ് ആകാനും എപ്പോഴും ഹാപ്പിനെസ് ഉണ്ടാക്കുവാനും സാധിക്കും. 7 കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ് ട്രാവൽ ചെയ്താൽ ഉള്ള പ്രയോജനം. 7 കാര്യങ്ങൾ. 1, ഇമാജിനേഷൻ. ഐൻസ്റ്റീൻ പറഞ്ഞ കാര്യമാണ്: എഡ്യൂക്കേഷൻ ഈസ് ആക്ച്വലി ഇൻസ്റ്റില്ലിംഗ് ഇമാജിനേഷൻ. ദ റിയൽ എഡ്യൂക്കേഷൻ മീൻസ് ഇമാജിനേഷൻ. പക്ഷേ പലപ്പോഴും നാം ജീവിക്കുന്നത് പാസ്റ്റിലാണ്, ഹിസ്റ്ററിയാണ്, പുതിയതായി ഒന്നും ചിന്തിക്കുന്നില്ല. ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്ക് നോക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, പല ബ്യൂറോക്രസിയും ആളുകളെല്ലാം വിദേശ യാത്ര പോകാറുണ്ട്, അവിടുത്തെ സ്ഥലം കാണുവാൻ, അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ. അതുതന്നെയാണ് ജീവിതത്തിൽ പുതിയ പെർസ്പെക്റ്റീവ്സ് ഉണ്ടാകണമെങ്കിൽ, പുതിയ ഇമാജിനേഷൻ ഉണ്ടാകണമെങ്കിൽ, പുതിയ തോട്ട് ഉണ്ടാകണമെങ്കിൽ നാം കാണാത്ത കാര്യങ്ങൾ കാണുക, കാണാത്ത കാര്യങ്ങൾ കേൾക്കുക, പുതിയ ആളുകളുമായി പരിചയപ്പെടുക, പുതിയ സ്ഥലങ്ങൾ കാണുക. നമ്മുടെ ബ്രെയിനിൽ പുതിയ ഏരിയ ക്രിയേറ്റ് ചെയ്യുകയും നമ്മുടെ ഇമാജിനേഷൻ നന്നായി വളരുകയും ചെയ്യും. സോ ട്രാവൽ ഈസ് ആൻ ഏജൻറ്റ് ടു ഇംപ്രൂവ് യുവർ ഇമാജിനേഷൻ. രണ്ടാമതാണ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. നാം ആയിരിക്കുന്ന സാഹചര്യം ചെറിയ സാഹചര്യമായിരിക്കാം. പറയുമല്ലോ, പൊട്ടക്കിണറ്റിലെ തവള എന്ന്. നാം ആയിരിക്കുന്ന സാഹചര്യമാണ്, നാം കാണുന്ന ലോകമാണ് ശരിയെന്ന് പറയും. ഞാൻ ചെറുപ്പത്തിലൊന്നും അധികം യാത്ര ചെയ്യാത്തയാളാണ്. പക്ഷേ പഠനത്തിന് ശേഷം ധാരാളം യാത്ര ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ മാതാപിതാക്കൾ ചിന്തിക്കുന്നതും എൻ്റെ ബന്ധുക്കൾ ചിന്തിക്കുന്നതും എൻ്റെ കൂട്ടുകാർ ചിന്തിക്കുന്നതും എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നതുമായ ലോകമല്ല ലോകം. എത്രയോ മനോഹരമായ ലോകമാണ്. നാം ചിന്തിക്കാത്തതിന് എത്രയോ അപ്പുറമുള്ള കാര്യങ്ങളാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത്. നമ്മുടെ തെറ്റായ ചിന്തകൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കുവാൻ, ശരിയായ തിരിച്ചറിവിലേക്ക് വരുവാനായിട്ട് ഇത്തരം യാത്രകൾ സഹായിക്കുമെന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. മൂന്നാമത്തെ കാര്യം, ന്യൂ ഫ്രണ്ട്സ്. ഞാൻ പറഞ്ഞല്ലോ, സുഹൃത്തുക്കൾ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്, സ്ട്രോങ് നെറ്റ്വർക്ക്സ് ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് എനിക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യുവാൻ സാധിക്കും, ഏത് സംസ്ഥാനത്തും എനിക്ക് പോകുവാൻ സാധിക്കും. ലോകത്തിൻ്റെ ഏത് മൂലയിലും എന്നെ അറിയുന്ന ആളുണ്ട് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. കാരണം ആ യാത്രയിലൂടെ എനിക്ക് നല്ല നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുവാനും നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കുവാനും അതുവഴി അനേകം കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കുകയാണ്. മറ്റൊരു കാര്യമാണ് പേഴ്സണൽ ഗ്രോത്ത്, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്. സ്വന്തമായി ഇമ്പ്രൂവ് ചെയ്യുവാൻ, ഡെവലപ്പ് ചെയ്യുവാൻ ഈ യാത്രകളെല്ലാം സഹായിക്കും. നാം കാണുന്ന, നാം കേൾക്കുന്ന, നാം ഇൻട്രാക്ട് ചെയ്യുന്ന, നാം ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം പുതിയ ലോകത്തിലേക്ക് നമ്മെ തുറന്നു വിടുകയും പുതിയ ചിന്തകളിലേക്ക് നമ്മെ കടത്തിവിടുകയും അപ്രകാരം നമ്മുടെ ഇന്നർ ഗ്രോത്ത് അല്ലെങ്കിൽ സെൽഫ് ഗ്രോത്ത്, സെൽഫ് എംപവർമെൻറ്റ് സംഭവിക്കുകയും ചെയ്യുകയാണ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുവാനും ഈ യാത്ര നല്ലതാണെന്ന് എൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. ഓഫ് കോഴ്സ്, ഹാപ്പിനെസ്. യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായും ഹാപ്പിനെസ് ഉണ്ടാകുന്നു. ഒരു ചെറിയ യാത്ര പോയാൽ തന്നെ എത്രയോ സന്തോഷമാണ് ഉണ്ടാകുന്നത്. അത് അകലെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അകലെ പോയാൽ തീർച്ചയായും പുതിയ ആളുകൾ കണ്ടാൽ തീർച്ചയായും നമ്മൾ നോളജും തോട്ട്സും എല്ലാം ഡെവലപ്പ് ചെയ്യും. പക്ഷേ ചുമ്മാ ബോറടിച്ച് ഡിസപ്പോയിൻറ്റഡായി ഡിപ്രഷനിൽ ഇരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ജീവിതം അടുത്തെന്ന് തോന്നുന്നയാൾ വെറുതെ പുറത്തിറങ്ങി ചില സ്ഥലങ്ങൾ കാണുമ്പോൾ, ആളുകൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, ട്രാവൽ ചെയ്യുമ്പോൾ, മൂവ് ചെയ്യുമ്പോൾ പുതിയ ഏരിയാസ് ഡെവലപ്പ് ചെയ്യുകയും ഹാപ്പിനെസ് ഉണ്ടാകുകയും ചെയ്യുന്നു. ആറാമത്തെ കാര്യമാണ് മെൻ്റൽ ഗ്രോത്ത്. ശാരീരിക ഡെവലപ്മെൻറ്റ് പോലെ തന്നെ മാനസികാരോഗ്യവും നല്ല ആവശ്യമാണ്. ശക്തമായ മെൻ്റൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ, മെൻ്റൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ, മെൻ്റൽ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുള്ളൂ. ഏത് സാഹചര്യത്തെയും അതിജീവിക്കാനായി മെൻ്റൽ പവർ, മെൻ്റൽ സ്ട്രെങ്ത് ആവശ്യമാണ്. യാത്ര ചെയ്യുമ്പോൾ മെൻ്റൽ സ്ട്രെങ്ത് കൂടുകയും മാനസികാരോഗ്യം കൂടുകയും ചെയ്യുമെന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്.
അവസാനമായി സ്ട്രെസ്. എത്രയോ ആളുകളാണ് ജോലിയുടെ സ്ട്രെസ്, വീട്ടിലെ സ്ട്രെസ്, എഡ്യൂക്കേഷൻ സ്ട്രെസ് ഇതെല്ലാം അനുഭവിക്കുന്നത്. സ്ട്രെസ് റിലീവ് ചെയ്യുവാനായിട്ട് ഏറ്റവും നല്ല കാര്യമാണ് ട്രാവൽ എന്ന് പറയുന്നത്. ജീവിതത്തിൽ യാത്ര ചെയ്യുക, കാണാത്ത സ്ഥലങ്ങളിലേക്ക് പോവുക, കാണാത്ത ഭക്ഷണങ്ങൾ കഴിക്കുക, കാണാത്ത രാജ്യങ്ങൾ കാണുക, പ്രദേശങ്ങൾ കാണുക, വ്യത്യസ്തങ്ങളായിട്ടുള്ള മരുഭൂമികൾ, നദീതടങ്ങൾ, പർവ്വതങ്ങൾ, കൾച്ചർ ഹെറിറ്റേജ്, പുതിയ കൾച്ചർ ആളുകൾ, ഇതെല്ലാം കാണുമ്പോൾ തീർച്ചയായും നമുക്കും ജീവിതത്തിൽ വലിയ മാറ്റം വരും. ഒരുപക്ഷെ നാം വിചാരിക്കും ഇതിനൊക്കെ പണം വേണമല്ലോ, ഇതിനൊക്കെ നാം സമയം കണ്ടെത്തണം, തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ബാധ്യത വരാൻ സാധ്യതയുണ്ട്. എന്നാൽ തീർച്ചയായും നാം ഭക്ഷണം കഴിക്കുന്ന പോലെ, നാം മെഡിസിൻ കഴിക്കുന്ന പോലെ, നാം ഫ്യൂച്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ വലിയ ഒരു കാര്യമാണ് ട്രാവൽ ചെയ്യുക എന്നുള്ളത്. യാത്ര ചെയ്യുക. യാത്രയുടെ ലോകം വിശാലമാണ്. യാത്ര ലോകം സന്തോഷം നൽകുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി സാധിക്കട്ടെ. ഇറ്റ് ഈസ് ഡോക്ടർ പോൾ ബി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ, സൈനിങ് ഓഫ്.